ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പപ്പായ കൊണ്ടുള്ള ഒരു അടിപൊളി ഫേഷ്യൽ കിറ്റ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് ജെൻസിനും ഫീമെയിൽസിനൊക്കെ ഒരുപോലെ എഫക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എൻ്റെ വീക്കിലി ഒരു 2-3 ടൈംസ് ഒക്കെ യൂസ് ചെയ്ത് അടിപൊളി ഒരു സ്കിന്നിന് ഗ്ലോ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ പപ്പായ ഫേഷ്യൽ പാക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ പപ്പായനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല പഴുത്തൊക്കെ കേട്ടോ. അപ്പം നമുക്കൊരു ഇത്രയും ഒരു കഷ്ണം മതി. ഇതിനകത്ത് നമ്മുടെ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് പഴുത്തോണ്ട് സ്പൂൺ ഉപയോഗിച്ച് തന്നെ നമുക്കിതിൻ്റെ പൾപ്പൊക്കെ എടുക്കാം. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇത് ഉടഞ്ഞില്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചോ. നന്നായിട്ട് അടിച്ചോ. നമ്മുടെ പപ്പായയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ 1 സ്പൂൺ പപ്പായ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മിൽക്കാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിത് പാലും പപ്പായൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുഖമൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് മുഖത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു കോട്ടൺ വെച്ചിടുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പപ്പായ ഇപ്പം എല്ലായിടത്തും കിട്ടുന്നൊരു സംഭവമാണ്. അപ്പം നമുക്ക് കിട്ടുവാണെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി പാക്ക് തന്നെയാണിത്. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ചെറിയൊരു പീസ് പപ്പായ മാത്രമാണ്. അപ്പം നമ്മുടെ ഫേസൊക്കെ ഇച്ചിരി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നനഞ്ഞൊരു വെച്ച് വൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിടയിൽ ആരാ ഉള്ളതല്ലേ സൗന്ദര്യവും നിറവും ഒക്കെ വർദ്ധിക്കാൻ ആഗ്രഹിക്കാത്തവർ? എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു പൊടിക്കൈ ചെയ്ത് നോക്കാത്തവരാരും ഇല്ലായിരിക്കില്ലേ? അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു പാക്ക് തന്നെയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും പപ്പായം കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പാക്ക് തന്നെയാണിത്. അപ്പം മുഖമാകതെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിനായിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പപ്പായ 1 സ്പൂൺ ഇട്ട് കൊടുക്കുവാണ്. 1 സ്പൂൺ പപ്പായയും റൈസ് പൗഡറും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ റൈസ് പൗഡർ അല്ലെങ്കിൽ നമുക്ക് ഷുഗർ ഇട്ടാലും കുറച്ചുകൂടി എഫക്റ്റ് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുഖത്തിടാൻ പോവാണ്. ഇതൊരു നല്ലൊരു സ്ക്രബ് എഫക്റ്റ് കിട്ടും കേട്ടോ. അരിപ്പൊടി അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ് സഹായിക്കുന്ന ഒരു സംഭവമാണല്ലോ. കുറച്ച് ഞാൻ പെടലിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുത്തിൽ. മുഖം മാത്രം നിറം വെച്ചാൽ പോരല്ലോ. നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. നമ്മുടെ ഈ പൊട്ടൊന്ന് മാറ്റി വെക്കുക. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പപ്പായയും റൈസ് പൗഡറുമാണ്. ഇതല്ലെങ്കിൽ പപ്പായയും ഷുഗറും പഞ്ചസാരയും യൂസ് ചെയ്ത അടിപൊളി എഫക്റ്റാണ്. ഒരു സ്ക്രബ് ചെയ്യാനായിട്ട് അടിപൊളി സംഭവമാണ്. ഞാനപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ അതേ വീടിൻ്റെ അപ്പുറത്തുള്ളവരും റോഡിൽ പോകുന്നവരുടെയൊക്കെ സൗണ്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാർട്ടിയുണ്ട്, പക്ഷെ നമ്മൾ ഫേഷ്യലൊന്നും ചെയ്തിട്ടില്ല. ഒന്നും വിഷമിക്കേണ്ടത്. ഈ ഒരു പപ്പായ ഉണ്ടെങ്കിൽ നമുക്കത് ഫേഷ്യലിൻ്റെ എഫക്റ്റ് നമുക്ക് ഈ ഒരു പാക്കിലൂടെ കിട്ടും. അപ്പോൾ എനിക്കിത് ഇവിടെ ആയിട്ടൊക്കെ പിമ്പിൾസ് വന്നിട്ട് കുറേ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ കുരു വന്നിട്ടുള്ള കറുത്ത കുറേ പാടുകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറേ കണ്ടോ ലൈറ്റാകാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് 5 മിനിറ്റ് സ്ക്രബ് ചെയ്യാം നമുക്ക്.
5 മിനിറ്റ് നന്നായിട്ട് മുഖം സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇതും നമുക്കൊരു നനഞ്ഞിത് വെച്ച് തുടച്ചെടുക്കാം. നമ്മുടെ വൈറ്റ് ഹെഡ്സും ഡാർക്ക് ഹെഡ്സൊക്കെ കുറയ്ക്കാനായിട്ട് പോകാനായിട്ടൊക്കെ ഈ സ്ക്രബിങ് സഹായിക്കും. ഇതിൻ്റെ കണ്ണി കണ്ടോ, എൻ്റെ കുറേ പാടൊക്കെ ലൈറ്റ് ആകാനായിട്ട് ഈ ഒരു ഫേസ് പാക്കൊക്കെ സഹായിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്യാനായിട്ട് ഞാനൊരു ചെറിയൊരു മുറി നാരങ്ങ നീര് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുവൊക്കെ നമുക്ക് കളയാം. 1 സ്പൂൺ പപ്പായ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഹണി ഇട്ട് കൊടുക്കാം. ഹണി, അയ്യോ വീഴുന്നില്ലല്ലോ. ഇനി നന്നായിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോക്കൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത് നമ്മുടെ പുറത്തുനിന്നുള്ള സൗണ്ടും അകത്ത് TV-യുടെ സൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഹണിയും ലെമണും ഒക്കെ മിക്സ് ചെയ്തിട്ട് അടിപൊളി ഒരു സ്മെല്ല് തന്നെയാണ്. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എൻ്റെ ദൈവമേ, അടിപൊളി ടേസ്റ്റായിരുന്നു. ഇത് മുഖത്തല്ല, എൻ്റെ വായിലോട്ടായിരിക്കും കൂടുതലും പോകുന്നതെന്ന് തോന്നുന്നു. ഇനി നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യണം. ഇതിനിടയ്ക്ക് ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീമും കൂടെ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കിന്നിലെ പോൾസ് ഒക്കെ ഓപ്പൺ ആകും. നമ്മൾ ഇവിടുത്തെ സ്റ്റീമർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ സ്റ്റീം ചെയ്യുന്നത്. എൻ്റെ പൊന്നോ, മധുരവും പുളിയും പപ്പായും നന്നായിട്ട് ഒരു മസാല എടുത്തിട്ട് ഞാൻ നന്നായിട്ട് അപ്പോൾ ഇതും നമുക്കൊരു കോട്ടൺ ഉപയോഗിച്ച് തുടയ്ക്കാം. ഇനി നമ്മൾ ഫേസിലൊരു പാക്ക് ഇടാൻ പോവുകയാണ്. അതിനായിട്ട് കുറച്ച് കടലമാവും തൈരും പിന്നെ പപ്പായ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. പപ്പായ വിട്ടൊരു കളിയില്ല നമുക്ക്. ദെൻ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു 20 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം നമ്മളിത് പാക്കൊക്കെ ഇത് ഡ്രൈ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിനൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഗൈസ്, അടിപൊളി ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ് ഇത്. പപ്പായ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് വന്നൊരു ഒറ്റൊരു യൂസ് ചെയ്താൽ എനിക്ക് വന്നൊരു വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എൻ്റെ മുഖം നോക്ക്. ഈ പാക്ക് ഇടുന്നതിന് മുമ്പുള്ള മുഖമാണോ ഇപ്പോൾ ചെറിയൊരു ഗ്ലോയും ഒരു ബ്രൈറ്റൊക്കെ കിട്ടിയില്ലേ. അപ്പോൾ അതിന് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ചെറിയ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.